നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ഈ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമോ, ബജറ്റിൽ പ്രഖ്യാപിക്കുമോ എന്നത്. അതിൽ തന്നെ ഇപ്പോൾ ഇതാ ഈ ആശാസമരം, ആശമാരുടെ പ്രതിനിധികൾ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതിനനുസരിച്ചുള്ള ഒരു തീരുമാനമുണ്ടാകും എന്നുള്ളത് ഞങ്ങൾ വളരെ അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത്. അത് വരട്ടെ, നമുക്ക് നോക്കാം. അങ്ങനെ കാത്തിരിക്കാൻ ഞങ്ങൾ പ്രതീക്ഷയോട്, ഞങ്ങൾ മാത്രമല്ലല്ലോ, നിങ്ങളടക്കം, കൈരളി അടക്കം, ഈ സമരത്തെ എതിർത്ത CITU-കാരടക്കം കേരളത്തിലെ മുഴുവൻ ആളുകളും, ഈ സമരത്തെ പിന്തുണച്ച മുഴുവൻ മനുഷ്യരും, കേരളത്തിൽ മാത്രമല്ല ലോകത്തിരുന്നുകൊണ്ട് ഈ സമരത്തെ വീക്ഷിച്ച മുഴുവൻ മനുഷ്യരും പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ആ തീരുമാനം വരും എന്നുള്ള പ്രതീക്ഷയോട് തന്നെയാണ്. തീർച്ചയായിട്ടും. യെസ്, നമ്മൾ ന്യൂസ് ടെൻസ് ഇന്ന് ആരംഭിച്ചപ്പോൾ തന്നെ സൂചിപ്പിച്ചിരുന്നു, മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ അവിടെ നടക്കട്ടെ, മന്ത്രിമാർ വരട്ടെ. പക്ഷേ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണകാലഘട്ടത്തിൽ UDF നേതാക്കളും VD സതീശനുമൊക്കെ കേരളത്തിന് പൊതുസമൂഹത്തിന് നൽകിയിട്ടുള്ള ഉറപ്പുകൾ അത് പാലിക്കപ്പെടുമോ? ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പ്രഖ്യാപനം അത് എത്രത്തോളം പ്രാവർത്തികമാക്കും, എന്ന് പ്രാവർത്തികമാക്കും, അതും പ്രധാനപ്പെട്ടതാണ് ഇവിടെ ഓർമ്മിപ്പിക്കേണ്ടത്. തീർച്ചയായും കഴിഞ്ഞ പ്രതിഷേധത്തിൻ്റെ കാലഘട്ടത്തിൽ അടുത്ത മന്ത്രിസഭ അധികാരത്തിൽ വരും, UDF അധികാരത്തിൽ വരും. അന്ന് മന്ത്രിസഭയിലെ ആദ്യ തീരുമാനം ആശമാരുടെ വേതനം വർദ്ധിപ്പിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞത് ഇതേ സതീശനാണ്. ആ ദൃശ്യങ്ങൾ ഇന്ന് എല്ലാവരുടെയും പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് തീരുമാനിക്കും എന്ന് പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷം ഒരുപക്ഷെ ജൂണിൽ അവതരിപ്പിക്കുന്ന ബജറ്റിലായിരിക്കുമോ എന്നൊന്നും അറിയില്ല. പക്ഷേ ആശമാർക്ക് ഒരു മറുപടിയും ഉറപ്പും നൽകേണ്ടതായി വരും കോൺഗ്രസിന് എന്നതിൽ തർക്കമില്ല. റൈറ്റ്. ഇപ്പോൾ